ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, യോഗിക് ശാസ്ത്രപ്രകാരം നമ്മുടെ ശരീരത്തിൽ ധാരാളം വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സിനെ ചക്രാസ് എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുക. വീൽ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം നമ്മുടെ ശരീരം ഫിസിക്കൽ ബോഡി, വിസിബിൾ ഫിസിക്കൽ ബോഡി, അതുപോലെ തന്നെ വിസിബിൾ ബോഡിക്ക് ഒരു എനർജി ബോഡി ഉണ്ട്, അതിനെ ഇൻവിസിബിൾ ബോഡി എന്നാണ് പറയുക. പക്ഷെ നമുക്ക് യോഗ പ്രാണവിദ്യ പഠിക്കുമ്പോൾ നമുക്കത് അതിനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകാശവലയത്തെ കാണാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഓറ, അതിന് പല ഡിഫറെൻറ്റ് ലെയർ ഓഫ് ഓറാസ് ഉണ്ട്. 1939 കാലഘട്ടങ്ങളിൽ കെർലിയൻ ദമ്പതിമാർ, സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയതാണ് GDV എന്ന ക്യാമറ. അത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജപ്രകാശത്തെ ഫോട്ടോ എടുക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും അതിൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ, റിസർച്ചുകൾ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്രൗൺ ചക്ര നമ്മുടെ ബ്രെയിനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബ്രെയിനിൻ്റെ സിസ്റ്റവും അതിനോട് ബന്ധപ്പെട്ട ഗ്ലാൻഡുകളും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അതിന് വേണ്ട ഊർജ്ജത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുമാതിരി പിന്നെ ഫോർഹെഡ് എനർജി സെൻറ്റർ ഉണ്ട്, ആജ്ഞ സെൻറ്റർ ഉണ്ട്, ത്രോട്ട് സെൻറ്റർ ഉണ്ട്, ഹാർട്ട് സെൻറ്റർ ഉണ്ട്, സോളാർ പ്ലെക്സസ് ഉണ്ട്, നേവൽ ഉണ്ട്, സെക്സ് ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്. അതിൻ്റെ താഴെ മൂലാധാരം ഏരിയയിൽ ബേസിക് എനർജി സെൻറ്റർ ഉണ്ട്, ചക്രയുണ്ട്. അതിന് മുകളിൽ മെങ്മെയിൻ എന്ന ഒരു ചക്രയുണ്ട്. അങ്ങനെ 11 പ്രധാനപ്പെട്ട ചക്രങ്ങൾക്കാണ് യോഗ പ്രാണവിദ്യയിൽ സബ്ജക്റ്റിൽ സിലബസായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒട്ടനവധി ചക്രകളുണ്ട്. യോഗിക് പാരമ്പര്യങ്ങളിൽ നോക്കുന്നിടത്തൊക്കെ മർമ്മമായിട്ട് കാണുന്ന ശരീരം മുഴുവനും നമുക്ക് ഈ ചക്രങ്ങളുണ്ട്. മിനി ചക്രാസ്, മൈനർ ചക്രാസ്. നാം ഇപ്പോൾ പറഞ്ഞത് മേജർ ചക്രങ്ങളെക്കുറിച്ചാണ്. ഇവയ്ക്ക് അതിൻ്റേതായ ഫിസിക്കൽ അനാറ്റമിക്കൽ ഫങ്ഷൻ ഉണ്ട്. ഫിസിക്കൽ ബോഡിയും അതോട് ബന്ധപ്പെട്ടുള്ള അവയവങ്ങളുമായിട്ട്, ഓരോ ചക്രകളും ഓരോ അവയവങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്. സൈക്കോളജിക്കൽ ഫങ്ഷൻ നമ്മുടെ സ്വഭാവവും നമ്മുടെ ആ ചക്രയുടെ സ്വഭാവവും അത് എന്തിനൊക്കെയാണ് എന്ന് ചുരുക്കത്തിലൊന്ന് ഞാൻ പറയാം. ക്രൗൺ ചക്ര ആൻഡ് ഫോർഹെഡ് ചക്ര ഒക്കെ നമുക്ക് ഇൻഡ്യൂട്ടീവ് ഇൻ്റലിജൻസ്, അതീന്ദ്രിയമായ പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ സഹായിക്കുന്നതാണ്. ആജ്ഞ ചക്ര, പോളിസിസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ടാവുക. ആ ചക്ര ലീഡർ ചക്രയാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണമെങ്കിൽ നമ്മുടെ ആജ്ഞ ചക്ര നല്ലപോലെ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെ ചിട്ടയായിട്ടുള്ള, സത്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും അവർക്ക്. കൃത്യമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറിപ്പോകും. ത്രോട്ട് ചക്ര, അത് തൊണ്ടയായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ട്യൂബ്, സൗണ്ട് ബോക്സ് ആൻഡ് എയർ ട്യൂബായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിൻ്റെ അപ്പോൾ ഹയർ ക്രിയേറ്റിവിറ്റിയാണ്. വളരെയധികം വിശാലമായ ചിന്തകളും വികസിതമായ മനോഭാവങ്ങളും വലിയ 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 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ശേഷി ഉണ്ടാക്കി തരിക, അത് വെച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കി തരിക എന്നുള്ളതാണ് ത്രോട്ടിൻ്റെ. പിന്നെ ഹാർട്ട് സ്നേഹകാരുണ്യങ്ങളെയും ക്ഷമിക്കാനും കരുണയുടെയും ഒക്കെ ഭാഗമാണ്. അതിൻ്റെ താഴെ സോളാർ പ്ലെക്സസ് ഉണ്ട്. ഹാർട്ട് സെൻറ്റർ അതിൻ്റെ ഫിസിക്കൽ ഹാർട്ടിനെയും തൈമസ് ഗ്ലാൻഡിനെയും ലങ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നു. സോളാർ പ്ലെക്സസ് എൻ്റയർ ട്രങ്ക് ഏരിയയിലുള്ള എല്ലാ അവയവങ്ങൾക്കും വേണ്ട ഊർജ്ജത്തെ സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് ലോവർ ഇമോഷൻസ് ഇൻ ദ സെൻസ് പോസിറ്റീവ് ലോവർ ഇമോഷൻ ആൻഡ് നെഗറ്റീവ് ലോവർ ഇമോഷൻ. ഹാർട്ട് ചക്രയ്ക്ക് ഹയർ ഇമോഷനാണ്, സോളാർ പ്ലെക്സസ്ക്ക് ലോവർ ഇമോഷനാണ്. അപ്പോൾ ലോവർ ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവായിട്ടുള്ളത് പേടി, ഭയം, ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം പോലുള്ള നമ്മുടെ ആരോഗ്യകരമല്ലാത്ത വിചാരങ്ങളാണ്. അനാരോഗ്യപരമായ ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഫിയർ, ലൈക്ക് ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നെഗറ്റീവ്സ് ആർ ദർ. അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് കറേജ്, ഡിസയർ ഉണ്ടാക്കുക, എക്സ്പ്രസീവ്നെസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നേവൽ ചക്ര നമുക്ക് അബ്ഡോമിനൽ ഏരിയ,
ഡൈജസ്റ്റീവ് സിസ്റ്റം, അസിമിലേറ്റീവ് സിസ്റ്റം ആൻഡ് എലിമിനേറ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേവൽ ചക്രയ്ക്ക് വളരെ ജീവിതത്തിലെ പ്രാക്ടിക്കാലിറ്റി, അറിവ്, വിസ്ഡം ഒക്കെ ആയിട്ട് വളരെ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് വിശദമായി പിന്നീട് ഓരോ ചക്രകളെ കുറിച്ചും വിശദീകരിക്കുമ്പോൾ പറയാം. പിന്നെ സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലോവർ മോസ്റ്റ് ഓഫ് ദ റിബ് ഒരു സ്പ്ലീൻ ചക്രയുണ്ട്. സ്പ്ലീൻ ചക്രയുടെ പ്രത്യേകത പ്രാണചക്രം എന്നാണ് അതിനെ സംസ്കൃതത്തിൽ പറയുക. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ പ്രാണനകളെയും സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം. ദെൻ സെക്സ് ചക്ര. സെക്സ് ചക്ര ലൈംഗികമായ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് ഗർഭപാത്രവും ആണുങ്ങൾക്ക് മൂത്രാശയ സഞ്ചിയും അങ്ങനെ സെക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് അങ്ങനത്തെ കണക്റ്റഡ് ഓർഗൻസാണ്. സെക്സ് ചക്രയ്ക്ക് ലോവർ ക്രിയേറ്റീവ് പവറുള്ളതാണ്. അതായത് ഭാവനകളിലൊക്കെ ഹയർ ക്രിയേറ്റിവിറ്റി ആകുമ്പോൾ ഇത് ഓരോ സ്കിൽഡ് വർക്കേഴ്സ്, നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ചിത്രം വരയ്ക്കാൻ പറ്റും. അതൊക്കെ സെക്സ് ചക്രയുടെ ക്രിയേറ്റീവ് പവർ കൊണ്ടാണ് അതിനൊക്കെ സാധിക്കുന്നത്. ക്രിയേറ്റീവായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി തരുന്നത് സെക്സ് ആണ്. ദെൻ ബേസിക് ചക്ര. ബേസിക് ചക്രയുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവലാണ്. നമ്മുടെ ഭൂമിയിലെ എത്രമാത്രം മികച്ച്, എത്രമാത്രം വലിയ ആളായിട്ട് നമുക്ക് മാറണം, എത്ര സമ്പന്നനാവണം, അതുമാതിരി എത്രമാത്രം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണമെന്നൊക്കെ ഇവിടെ ഏറ്റവും മികച്ച ഒരാളായിട്ട് നിലനിൽക്കണമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു റൂട്ട് ചക്രയാണ് ബേസിക് ചക്ര. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുകളിലായിട്ട് നിലനിൽക്കുന്നത് മെങ്മെയിനാണ്. മെങ്മെയിൻ ശരീരത്തിലേക്ക് വേണ്ട എല്ലാ ഊർജ്ജങ്ങളെയും കൃത്യമായി ഓരോ കോശങ്ങളിലേക്കും പമ്പ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക നാഡികളിൽ കൂടെ. അതാണ് മെങ്മെയിൻ്റെ ദൗത്യം. അവിടെയാണ് എല്ലാ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല പാരാനോർമൽ പവറൊക്കെ ഉണ്ടാക്കുന്നത് മെങ്മെയിനാണ്. അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളുണ്ട്. ഇത് ഒരു എത്ര പറഞ്ഞാലും തീരാത്തത്ര സബ്ജക്റ്റുകളുണ്ട് ചക്രകളെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ. ലോട്ട് ഓഫ് കാർമിക് തിങ്സ് ആൻഡ് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട് നമുക്ക് ചക്രകളെ. അത് ഹയർ ലെവലുകളിലൊക്കെയാണ് നമുക്കത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. പ്ലാനറ്റുകൾ നമ്മുടെ സൂര്യനും അതിന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളുമായിട്ട് എന്താണ് ഈ ചക്രങ്ങൾക്കുള്ള സാമ്യം. ഈ ചക്രകൾ പോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉള്ള ചക്രങ്ങളെ പോലെ തന്നെ യൂണിവേഴ്സ് ബ്രഹ്മാണ്ടത്തിലും ചക്രകളുണ്ട്. മനുഷ്യ ശരീരത്തിൽ ചക്രകളെന്ന് വിളിക്കുന്നവ പ്രാണയെ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ചക്രകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മാണ്ടത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കോസ്മിക് എനർജി സ്വീകരിക്കുന്നു. അത് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു. പിന്നെ അത് വൈബ്രേഷനായി പുറത്ത് വിടുന്നു. നമുക്ക് വേണ്ട ഈ പ്രകൃതിയിലുണ്ടാകേണ്ടുന്ന കോസ്മിക് എനർജി എടുത്ത് അതിനെ വ്യത്യസ്തമായ ബയോപ്ലാസ്മിക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഊർജ്ജങ്ങളായിട്ട് ഇവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവയെ സെലസ്റ്റിയൽ ചക്രാസ് എന്ന് ആണ് പറയുന്നത്. യോഗിക് തലങ്ങളിൽ എല്ലാ ഗ്രഹങ്ങളും ആത്മീയവും ഊർജ്ജ സ്വഭാവമുള്ള ട്രാൻസ്ഫോമേഴ്സ് തന്നെയാണ്. ചക്രകളെ നമ്മുടെ ശരീരത്തിലെ ചക്രകളെ പോലെ തന്നെ ചന്ദ്രൻ മനസ്സും ശരീരവും നിയന്ത്രിക്കുമ്പോൾ, മനസ്സും ശരീരങ്ങളും നിയന്ത്രിക്കുമ്പോൾ, ശരീരാവയവങ്ങളും നിയന്ത്രിക്കുമ്പോൾ സൂര്യൻ ജീവശക്തിക്കും ആത്മവിശ്വാസത്തിനും വേണ്ടി ശക്തി തരുന്നു. ശുക്രൻ സ്നേഹവും ആകർഷണവും ഉണ്ടാക്കുന്നു. മാസ് ധൈര്യവും അതുപോലെ തന്നെ പ്രവർത്തനവും നമുക്ക് പ്രവർത്തിക്കാനുള്ള ഡൈനാമിക്സ് തരുന്നു. ജൂപ്പിറ്റർ ഗുരു എന്ന് വിളിക്കുന്നു. ജൂപ്പിറ്റർ ജ്ഞാനവും വികസനവും ഉണ്ടാക്കി തരുന്നു. ശനി കർമ്മവും സമയവും. ഇതൊക്കെ ആസ്ട്രോളജിക്കൽ പേരുകളാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് ഇവിടെ എനർജി സയൻസിൽ പറയുമ്പോൾ അവ നമ്മിൽ സബ്റ്റിൽ ലെവലിലുള്ള കോസ്മിക് ആൻറ്റിനാസായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ട ഊർജത്തെ സ്വീകരിക്കാനായി സബ്റ്റിലായിട്ടുള്ള ഫ്രീക്വൻസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് അയക്കുമ്പോൾ കോസ്മിക് ആൻറ്റിനാസായിട്ട് പ്രവർത്തിച്ച്
പ്രപഞ്ചത്തിന് വേണ്ട ഊർജത്തെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഊർജത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഊർജത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്രഹങ്ങളുടെ ചലനവും അല്ലെങ്കിൽ ചലനം വെറും ഓർബിറ്റല്ല, അത് റിഥമിക്കാണ്. ഒരു ഓർബിറ്റിൽ കൂടെ മാത്രം സഞ്ചരിക്കല്ല, അതിനൊരു റിഥമുണ്ട്, ഒരു താളമുണ്ട്. സൈക്കിൾ ആണ്, അതൊരു സൈക്കിൾ പോലെയാണ്. അത് ഒരു നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളും അതുപോലെ തന്നെ മാസങ്ങളും ഋതുക്കളും വർഷങ്ങളുമെല്ലാം ഈ കോസ്മിക് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണം, ചന്ദ്രചക്രം വളർച്ചയും വളർച്ചയില്ലായ്മയും ഒഴിവാക്കപ്പെടുന്നു, അതൊരു കാരണമാണ്. സൂര്യചക്രം ദിനവും രാത്രിയും ഉണ്ടാക്കുന്നു. ഗ്രഹങ്ങൾ കാർമിക് ടൈമിങ്സ് ആണ്. ഈ സൈക്കിളാണ് അസ്ട്രോളജിയുടെ മറുപുറത്തെ ശാസ്ത്രം. ഉപനിഷത്ത് പറഞ്ഞത് യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ എന്നാണ്. അർത്ഥം, പിണ്ഡത്തിൽ ഉള്ളത് ബ്രഹ്മാണ്ഡത്തിലും എന്നാണ്. മനുഷ്യ ശരീരവും ബ്രഹ്മാണ്ഡവും ഒന്നാണെന്ന് തന്നെയാണ്. ബോഡി ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. യൂണിവേഴ്സ് കോസ്മിക് ചക്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ എനർജി, കോസ്മിക് സയൻസ് എല്ലാം നാം ഒരുമിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തെ മറ്റൊരു ഡയമെൻഷനിലേക്ക്, ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. കോസ്മിക് എനർജി നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ്, കർമ്മ, ഹെൽത്ത്, ഡെസ്റ്റിനി എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അവ നമ്മെ കൺട്രോൾ ചെയ്യുകയല്ല, മറിച്ച് നമ്മെ ഗൈഡ് ചെയ്യുകയാണ്, ഗൈഡൻസ് തരികയാണ്. അസ്ട്രോളജി ഒരു സ്ലേവ് സിസ്റ്റമല്ല. അസ്ട്രോളജി ഈസ് എ എനർജി നാവിഗേഷൻ സിസ്റ്റം ആയിരിക്കുന്നു. ബ്രഹ്മാണ്ഡം ഒരു എനർജറ്റിക് സിംഫണിയാണ്. എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതുപോലെ അതിൻ്റെ വാദ്യ ഉപകരണങ്ങൾ മാത്രമാണ്. ബ്രഹ്മാണ്ഡത്തിൻ്റെ വാദ്യ ഉപകരണങ്ങളാണ് എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും. നാം അതിൻ്റെ ഋതം കേൾക്കുമ്പോൾ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതം തുടരാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ സ്പിരിച്വാലിറ്റി, എനർജി, കോസ്മിക് തിയറീസ്, കോസ്മിക് സയൻസ് എല്ലാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തെ വലിയ ഒരു ഹയർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പുതിയൊരു ഡയമെൻഷൻ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. ശ്രവിച്ചതിന് എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമുള്ള നന്ദി. ഞാൻ മഹാത്മാ ചൊവാക്കോഗ്സുയുടെ സ്പിരിച്വൽ ഫൈൻഡിങ്സാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലും ഗുരുപത്നിയുടെ പാദങ്ങളിലും ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു. രഞ്ജിത്ത്.